ഇന്ന് അന്തർദേശീയ നൃത്തദിനം. ഈ നൃത്തദിനത്തിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ നൃത്ത മ്യൂസിയത്തിന്റെ വിശേഷങ്ങൾ അറിയാം. 2 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ നൃത്ത മ്യൂസിയം കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് ലോക നൃത്തകലയുടെ വൈവിധ്യങ്ങളാണ്. BC 4000 മുതൽ 19ാം നൂറ്റാണ്ട് വരെയുള്ള പാശ്ചാത്യ പൗരസ്ത്യ നൃത്തരൂപങ്ങളുടെ കഥ പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദേശീയ നൃത്ത മ്യൂസിയം തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലാണ്. ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെ മറ്റു പ്രദേശങ്ങളിലെയും നൃത്തരൂപങ്ങളെ ഉൾപ്പെടുത്തിയ നൃത്ത മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കഥകളിയുടെയും ഭാരതീയ നൃത്തകലകളുടെയും യശസ് രാജ്യാന്തരങ്ങളിൽ പ്രചരിപ്പിച്ച പ്രതിഭാധനന്മാരായ ഇന്ത്യൻ നർത്തകരിൽ ഒരാളായിരുന്നു ഗുരു ഗോപിനാഥ്. ഗുരു ഗോപിനാഥിന്റെ സ്മരണയ്ക്കായി 1995 സ്ഥാപിക്കപ്പെട്ട കലാസ്ഥാപനമാണ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമം. നൃത്തം, സംഗീതം, വാദ്യസംഗീതം തുടങ്ങിയ കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും മികച്ച ശിക്ഷണം ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നടനഗ്രാമം സ്ഥാപിതമായത്. ഇതൊരു നടനഗ്രാമം കുടുംബമായി കണക്കാക്കിക്കൊണ്ട് നടനഗ്രാമത്തിൽ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നു. അവർക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ അവർക്ക് ഓരോ കലയാണെങ്കിലും പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പം മഹാകുംഭമേള, അതുപോലെ രാഷ്ട്രപതി ഭവൻ, ഡൽഹിയിലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിനും ജയ്പൂർ ഫെസ്റ്റിവൽ, ഇതിനൊക്കെ നമ്മൾ കുട്ടികളെ പുരി ഫെസ്റ്റിവൽ, ഇതിനൊക്കെ നമ്മൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നുണ്ട്. 2 ഏക്കറോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നടന ഗ്രാമത്തിലെ നൃത്ത മ്യൂസിയം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. 42,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിച്ച ഈ മ്യൂസിയത്തിൽ മെഴുകു ശില്പങ്ങൾ, മോഡലുകൾ, ഗ്രാഫിക്സ്, മ്യൂറൽ പെയിന്റിങ്ങുകൾ എന്നിവയും മ്യൂസിയത്തിന്റെ ഇടനാഴികൾ, ഭിത്തികൾ എന്നിവിടങ്ങളിൽ നൃത്തവുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളും വിവരങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 3 നിലകളിൽ 12 ഗ്യാലറികളിലായി നൃത്തത്തെ സംബന്ധിച്ച വിവിധ കാഴ്ചകൾ. നൃത്തമെന്ന കലാരൂപത്തിന് സംഭാവന നൽകിയ പ്രശസ്ത ഇന്ത്യൻ നർത്തകരുടെ മെഴുക് പ്രതിമാ മ്യൂസിയമാണ് സന്ദർശകരെ ആദ്യം വരവേൽക്കുന്നത്. പടയണി, മുടിയേറ്റ്, മാർഗം കളി, ചരട് പിന്നിക്കളി, വേലകളി, തിറയാട്ടം തുടങ്ങിയ നാടോടി ഗോത്ര നൃത്തരൂപങ്ങളുടെ ശില്പങ്ങൾ കേരളത്തിന്റെ അനുഷ്ഠാന നൃത്തകലകളുടെ പാരമ്പര്യം തന്നെ തുറന്നു കാട്ടുന്നു. കഥകളി, മോഹിനിയാട്ടം, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, കൂടിയാട്ടം എന്നിവയും കേരളത്തിലെ പരമ്പരാഗത ക്ഷേത്ര നൃത്തരൂപങ്ങളെ ഓർമ്മപ്പെടുത്തി ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലെ പ്രാചീന നൃത്തകലകളുടെ രൂപങ്ങളും ഇവിടെ ദർശിക്കാനാകും. വിവിധ നൂറ്റാണ്ടുകളിലെ പുരാതനവും ആധുനികവുമായ ഗോത്ര നൃത്തകലകൾ തന്മയത്വത്തോടുകൂടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. നൃത്ത മ്യൂസിയത്തെ കാണുന്നതിനും പഠിക്കുന്നതിനും കൂടുതലായി അറിയുന്നതിനുമായി നൃത്ത അധ്യാപകരും കലാകാരന്മാരും ആസ്വാദകരുമടക്കം നിരവധി പേർ ഇവിടെ എത്തിച്ചേരുന്നു. This occasion we are giving our good wishes on this. Atmosphere is very artistic and we wish that in future this institute is going to give a very good amount of good artists to this city, to this country. സാംസ്കാരിക മന്ത്രാലയത്തിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും കേരള സർക്കാരിന്റെയും ധനസഹായത്തോടെ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ഈ ദേശീയ നൃത്ത മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഈ മ്യൂസിയത്തിന്റെ പണി ആദ്യഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. 2ാം ഘട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി, കാലം മാറുന്നതിനനുസരിച്ച് അതിന് ആധുനികപരമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിസ്മൃതിയിൽ ആണ്ടുപോയ വിവിധ നൃത്തരൂപങ്ങളടക്കം പരിണാമ, ഗോത്ര, ക്ലാസിക്കൽ, നാടോടി നൃത്തരൂപങ്ങളുടെ സമഗ്രമായ പ്രദർശനത്തിലൂടെ സന്ദർശകരെ പ്രചോദിപ്പിക്കുകയും പഠിപ്പിക്കുകയും വിനോദിപ്പിക്കുകയുമാണ് ഗുരു ഗോപിനാഥ് ദേശീയ നൃത്ത മ്യൂസിയം. സത്യരാജ്, DD ന്യൂസ്, തിരുവനന്തപുരം.